ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പൊക്കവട അല്ലെങ്കിൽ പക്കവടയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പൊക്കവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിട്ടുള്ള സവാള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇഞ്ചിയും നന്നായിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കുക, ചെറുതാക്കി അരിഞ്ഞെടുത്തു. അതുപോലെ പച്ചമുളകും നന്നായി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതെല്ലാം ഒരു ബൗളിൽ ഒരുമിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണം. അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്കുള്ള ബാറ്ററാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ മാവ് ഉണ്ടാക്കിയെടുക്കണം. അധികം ലൂസാവാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വെള്ളം ആഡ് ചെയ്യണം. ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ മാവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് പക്കവടക്കുള്ള മാവ്. ഇനി ഇത് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് മാവ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കവട അല്ലെങ്കിൽ പൊക്കവട റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ പൊക്കവടക്കുള്ളത്. വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക്